ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകാൻ, കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആ സമയത്ത് എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ചത് അതുപോലെ നല്ല ഐക്യവും നല്ല ചേർച്ചയും ഉണ്ടാകാൻ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അത്ഭുതകരമായ ഒരു ഇസ്മ വെറും 20 തവണ നമ്മൾ ചൊല്ലിയാൽ മതി. അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ചൊല്ലേണ്ടത്, അതിന്റെ ഷർത്തും ഫർളൊക്കെ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഏതാണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അജ്മഈൻ. അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ഖൈർ നൽകട്ടെ, ഐക്യം നൽകട്ടെ, സ്നേഹം നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹക്കുറവ് അനുഭവിക്കുന്ന ഒരുപാട് ഭാര്യമാർ, ഒരുപാട് ഭർത്താക്കന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തും സ്നേഹവും ഐക്യവും നൽകട്ടെ. ഒരുപാട് ഭാര്യമാർ, ഒരുപാട് ഭർത്താക്കന്മാർ ആത്മീയ പരിഹാര മാർഗം ആ വിഷയത്തിൽ ചോദിക്കാറുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റി തരട്ടെ. ദാമ്പത്യ ജീവിതം എന്നുള്ളത്, നിക്കാഹ് എന്നുള്ളത് ഒരു കോട്ട പോലെയാണ്. കോട്ടയ്ക്ക് പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എങ്ങനെയെങ്കിലും കോട്ടയുടെ അകത്ത് കടക്കണമെന്ന്. കോട്ടയുടെ അകത്ത് കയറിയ ആളുകൾ ചിന്തിക്കുക എങ്ങനെയെങ്കിലും കോട്ടയുടെ പുറത്ത് കടക്കണമെന്നാണ്. എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ നിക്കാഹ് എന്നുള്ളത്, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം എന്നുള്ളത്. അകത്ത് നിൽക്കുമ്പോൾ പുറത്ത് ചാടണമെന്നും, പുറത്ത് നിൽക്കുമ്പോൾ ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നും ചിന്തിച്ചു പോകും. യഥാർത്ഥത്തിൽ നിക്കാഹ് എന്നുള്ളത്, അല്ലെങ്കിൽ ഭാര്യ എന്നുള്ളത്, ഭർത്താവ് എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലിയസ്കുന ഇലൈഹാ. ഒരാൾ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ഭർത്താവിനെ സ്വീകരിച്ചാൽ, ഒരു ഭാര്യയെ സ്വീകരിച്ചാൽ അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാരായി ദാമ്പത്യ ജീവിതം നയിക്കാത്ത ആളുകൾക്ക് കിട്ടാത്ത സന്തോഷം, സമാധാനം ദാമ്പത്യ ജീവിതത്തിൽ കിട്ടും എന്നുള്ളതാണ്. പല ആളുകളും സമ്പത്ത് ഭയന്നുകൊണ്ട് കല്യാണം കഴിക്കാത്ത ആളുകളുണ്ട്. ഞാനെങ്ങനെ അവളെ പോറ്റും, ഞാൻ അവളെ എങ്ങനെ സംരക്ഷിക്കും, എനിക്ക് തന്നെ കുറച്ച് പൈസയാണ് കിട്ടുന്നത്, പിന്നെ അവളെ ഞാൻ എങ്ങനെ പോറ്റും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് പല ആളുകളും. ഒരു വ്യക്തിയോട്, എൻ്റെ ഒരു അധ്യാപകനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് കല്യാണം കഴിക്കാത്തത്? 35-40 വയസ്സായിട്ടും അധ്യാപകൻ കല്യാണം കഴിക്കുന്നില്ല, എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്? സ്കൂളിൽ പഠിപ്പിച്ച മാഷാണ്. മാഷ് പറയാണ്, എനിക്ക് എൻ്റെ ഭാര്യയെ പോറ്റാൻ ഉള്ള സമ്പത്തില്ല. അത്യാവശ്യം സാലറിയുള്ള മനുഷ്യനാണ് പറയണത്. എനിക്കെന്നെ എൻ്റെ പണം കൊണ്ട് തികയുന്നില്ല, പിന്നെ ഞാനെങ്ങനെ അവളെ പോറ്റുക? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ധൈര്യമായി കല്യാണം കഴിച്ചോ. മഹർ കൊടുക്കാനുള്ള എന്തെങ്കിലും നിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ നീ ധൈര്യമായി കല്യാണം കഴിച്ചോ. യുഗ്നിഹുമുല്ലാഹു മിൻ ഫളലി. അള്ളാഹു കല്യാണം കഴിച്ചാൽ നിന്നെ ഐശ്വര്യവാനാക്കുന്നതാണ്. സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ആരും കല്യാണം കഴിക്കാതിരിക്കണം, സമ്പത്തൊക്കെ അള്ളാഹു നൽകും. അപ്പൊ ദാമ്പത്യ ജീവിതം എന്നുള്ളത്, ഭാര്യ എന്നുള്ളത്, ഭർത്താവ് എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ടാകാനുള്ള അത്ഭുതകരമായ ഒരു ഇസ്മ നമ്മൾ പഠിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. 4 അനുഗ്രഹങ്ങൾ അത് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദുനിയാവിൽ അവൻ വിജയിച്ചു. ഒന്ന് നല്ലൊരു ഭവനമാണ്, നല്ലൊരു വാഹനമാണ്, മറ്റൊന്ന് നല്ലൊരു അയൽവാസിയാണ്, മറ്റൊന്ന് നല്ലൊരു ഭാര്യയോ നല്ലൊരു ഭർത്താവോ ആണ്. അപ്പൊ നല്ലൊരു ഭാര്യയും ഭർത്താവിനെ നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടിയവരാണ് നമ്മൾ. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നല്ല ഭാര്യ, നല്ല ഭർത്താവ്, തുടക്കത്തിലൊക്കെ സ്നേഹമുണ്ടായിരുന്നു, നല്ല പരസ്പരം റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, കെയറിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ സ്നേഹം കുറയുന്നുണ്ടോ എന്നൊരു സംശയം. ഈ പറയാൻ പോകുന്ന ഇസ്മ ഭാര്യയും ചൊല്ലണം, ഭർത്താവും ചൊല്ലണം, രണ്ടുപേരും ഒരുമിച്ചാണ് ചൊല്ലേണ്ടത്.
ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. അല്ലാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ മുൻനിർത്തിയിട്ട് നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കും. ഓരോ ആവശ്യത്തിനനുസരിച്ച് ഇസ്മ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചത്. ആ അർത്ഥത്തിൽ ആത്മീയ രംഗത്തെ പണ്ഡിതന്മാർ, ആത്മീയ ചികിത്സാ രംഗത്തെ ശോഭിച്ചു നിൽക്കുന്ന പണ്ഡിതന്മാരൊക്കെ പരിചയപ്പെടുത്തിയ, നമുക്ക് പഠിപ്പിച്ചു തന്ന, നമുക്ക് പകർന്നു തന്ന ചില ഇസ്മുകളുണ്ട് സ്നേഹമുണ്ടാകാൻ. അതിൽപ്പെട്ടതാണ് യാ ലത്തീഫ് യാ അല്ലാഹ്. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് അള്ളാഹുവിൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമുണ്ടാകണമെന്നുള്ള നീയത്തോടെ ഭർത്താവ് 16,641 തവണ ചൊല്ലിയാൽ, അല്ലെങ്കിൽ അള്ളാഹുവെ എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ടാകണമെന്നുള്ള നീയത്തോടെ ഭാര്യ 16,641 തവണ ചൊല്ലിയാൽ സ്നേഹമുണ്ടാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ അമലാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകാനും ഐക്യമുണ്ടാകാനും അവരുടെ പിണക്കങ്ങൾ മാറാനൊക്കെ ധാരാളം അമലുകൾ ആത്മീയ ചികിത്സാ രംഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഏലസ് കെട്ടാനും തകിട് വെക്കാനും ചൊല്ലാനും മന്ത്രിക്കാനും വെള്ളത്തിൽ കൊടുക്കാനും ഒക്കെ ധാരാളം ആത്മീയ പരിഹാര മാർഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ പറയുന്നത് ഭാര്യയും ഭർത്താവും രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ചില സമയത്ത് ഭാര്യമാർ പറയും ഭർത്താവിന് സ്നേഹമില്ല, അപ്പോൾ ഭർത്താവ് അറിയാതെ ചില വിഷയങ്ങൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, ഭാര്യ അറിയാതെ ഭർത്താവ് ചില വിഷയങ്ങൾ ചെയ്യേണ്ടി വരും. ഇവിടെ രണ്ടു പേർ നമ്മൾ പരിചയപ്പെടുന്ന പ്രധാനപ്പെട്ട ഇസ്മ എന്നുള്ളത് യാ വദൂദ് യാ അല്ലാഹയാണ്. യാ വദൂദ് യാ അല്ലാഹ് എന്ന ഇസ്മ, ആ ഇസ്മിന്റെ ആദത്, വദൂദ് എന്ന ഇസ്മിന്റെ ആദത് 20ആണ്. വാവിന്റെ എണ്ണം 6ആണ്, ദാലിന്റെ എണ്ണം 4ആണ്. 6 4 10 വധു, വധൂദ്, വീണ്ടും വാവും ദാലും. 2 പ്രാവശ്യം വാവ് വരുന്നു, 2 പ്രാവശ്യം ദാല് വരുന്നു. 6 6 12, 4 4 8, 12 8 20. 20ആണ് വധൂദ് എന്ന ഇസ്മിന്റെ എണ്ണം. അപ്പോ യാ വദൂദ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മ 20 തവണയാണ് ചൊല്ലേണ്ടത്. ഭാര്യയും ചിന്തിക്കുകയാണ് പഴയ പോലെ ഞാനും എൻ്റെ ഭർത്താവും സ്നേഹമില്ല. അതുപോലെ ഭർത്താവും ചിന്തിക്കുകയാണ് നമ്മൾ തമ്മിൽ പഴയ ഒരു അടുപ്പവും സ്നേഹവും ഇല്ലല്ലോ, നമുക്കെന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ചൊല്ലാനോ, നമുക്കെന്തെങ്കിലും ചെയ്യാനോ ചൊല്ലാനോ ഉണ്ടാകുമോ, എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചിന്തിക്കുന്ന, ഒരുപോലെ ചിന്തിക്കുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവർക്കേറെ പ്രയോജനകരമായ ഒരു ഇസ്മാണ്. ദാമ്പത്യ ജീവിതത്തിൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ തൊട്ടു മുമ്പ് അവർ പരസ്പരം 2 പേരും ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് യാ വദൂദ് യാ അല്ലാഹ്, യാ വദൂദ് യാ അല്ലാഹ്, യാ വദൂദ് യാ അല്ലാഹ് എന്ന ഇസ്മ 20 തവണ ചൊല്ലുക. എപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിലും അവർ പരസ്പരം ചുണ്ടുകൾ ചേർത്ത് വെച്ച് ഈ യാ വദൂദ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മ 20 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കും. കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണോ തൻ്റെ ഭാര്യയെ താൻ സ്നേഹിച്ചത്, തൻ്റെ ഭാര്യ നിന്നെ സ്നേഹിച്ചത്, അതുപോലെ ആ ഒരു സ്നേഹം, ദൃഢമായ സ്നേഹം, നല്ല ശക്തമായ സ്നേഹം അള്ളാഹുവിൻ്റെ വദൂദ് എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നൽകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഭാര്യയും ഭർത്താവും ഒരേ മനസ്സോടെ ചൊല്ലേണ്ടുന്ന ഇസ്മാണ് യാ വദൂദ് യാ അല്ലാഹ് എന്നുള്ളത്. ഇനി ഭാര്യയും ഭർത്താവും ഒരേ മനസ്സല്ലെങ്കിൽ, ഭർത്താവിന് എന്നോട് സ്നേഹമില്ല എന്ന് ഭാര്യ പറയുക, ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്ന് ഭർത്താവ് പറയുക, ആ വിഷയമാണെങ്കിൽ യാ ലത്തീഫ് യാ അല്ലാഹ് 16,641 തവണ ചൊല്ലിക്കോ, പരിഹാരം ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ബറക്കത്തും ഐക്യവും സ്നേഹവും അള്ളാഹു നൽകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.